അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രാജ്യം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കുന്ന മറ്റൊരു സ്റ്റോറിയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന 6 പതിറ്റാണ്ട് മുൻപ് മലപ്പുറത്ത് ഉണ്ടായ ഒരു വിമാന ദുരന്തത്തിൻ്റെ ഓർമ്മകളിലാണ് നിലമ്പൂർ കോവിലകത്തെ രാജേന്ദ്രവർമ്മ. ഈ ചേളാരിയിലുണ്ടായ വിമാന അപകടത്തിൻ്റെ ഫോട്ടോ ക്യാമറയിൽ പകർത്തിയത് അന്ന് 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ നിലമ്പൂർ കോവിലകത്തെ രാജേന്ദ്രവർമ്മയെ നയിക്കുന്നത് 6 പതിറ്റാണ്ടുകൾ മുമ്പ് മലപ്പുറം ജില്ലയിലുണ്ടായ 2 വിമാന അപകടങ്ങളിലേക്കാണ്. 1969 2 പേർ മരിച്ച ചേളാരിയിലെ വിമാന അപകടത്തിന്റെ ഫോട്ടോ നാട്ടിൽ ക്യാമറകൾ അപൂർവമായിരുന്ന അക്കാലത്ത് രാജേന്ദ്രവർമ്മ പകർത്തിയിരുന്നു. അക്കാലത്ത് മധുരയിൽ നിന്ന് ഹിന്ദു പത്രം മലബാറിലേക്ക് കൊണ്ടുവന്നിരുന്നത് വിമാനത്തിലായിരുന്നു. ചേളാരിയിലെ എയർ സ്ട്രിപ്പിലായിരുന്നു വിമാനമിറക്കിയിരുന്നത്. ലാൻഡിങ്ങിനിടെ വിമാനം തകരുകയും പൈലറ്റും കോ പൈലറ്റും മരണമടയുകയും ചെയ്തു. അന്ന് ആ അപകടത്തിന്റെ ചിത്രം പകർത്താനായത് 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയ്ക്ക് മാത്രമായിരുന്നു. ചേളാരിയിൽ ഒരു ഇതേപോലത്തെ ചെറിയ പ്ലെയിൻ, അത് പണ്ട് ഹിന്ദു പേപ്പറിൽ അത് മലബാർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി മധുരയിൽ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് അന്നൊരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു ചേളാരിയിൽ. ആ എയർ സ്ട്രിപ്പിൽ ഈ ചെറിയ പ്ലെയിൻ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കി വയ്ക്കുക, അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അന്ന്. അപ്പം എൻ്റെ ഒരു കസിൻ അന്ന് എന്നോട് ഇവിടെ വന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കാറ് കയറുള്ളൂ, പോവല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കണം, എനിക്ക് ഇവിടെ നിന്ന് 10 11 വയസ്സുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ ഫോട്ടോഗ്രാഫി പഠിക്കും. ഇപ്പോൾ കുറച്ചിപ്പോൾ കാണിച്ച ആ ഇതിലാണ് ഞാൻ പഠിച്ചത്. മാനുവൽ ക്യാമറയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയുടെ പെർഫെക്ഷൻ കിട്ടാൻ ഫ്രെയിം എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനക്ക് ഒരു ബോക്സ് ക്യാമറ വാങ്ങിക്കുന്നു. അപ്പോൾ ഞാനും കയ്യിൽ ലോഡഡായിട്ടുണ്ട്. അപ്പോൾ മഞ്ചേരി എത്തിയപ്പോഴാണ് രാമനാട്ടുകാരുടെ അടുത്തൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. ആ പോണ വഴിക്ക് നമ്മൾ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ പോയി. അപ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ കെട്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്ലെയിനായിരുന്നു, ഈ ഹിന്ദുവിൻ്റെ പേപ്പർ കൊണ്ടുവന്നിട്ടുള്ള പ്ലെയിൻ. അത് വീടിൻ്റെ ഫ്രണ്ടൊക്കെ കത്തിപ്പോയി. 2 പേരും പൈലറ്റും കോ പൈലറ്റും മരിച്ചു. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ ക്യാമറ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ദൂരെ നിന്നിട്ട് ആ ഫോട്ടോ വന്ന് ക്ലിക്ക് ചെയ്തു. നോക്കിയപ്പോൾ അതേ ഉള്ളൂ ഇത്രക്കും അതിൻ്റെ ഫോട്ടോഗ്രാഫി, വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഹിന്ദു പേപ്പർ തന്നെ പറഞ്ഞുകൊണ്ട്. ചേളാരിയിൽ അപകടമുണ്ടായതിന് 8 വർഷം മുമ്പ് നിലമ്പൂരിൽ മറ്റൊരു വിമാനം തകർന്നിരുന്നു. നാഗ്പൂർ ഫ്ലൈയിംഗ് ക്ലബിൽ നിന്നുള്ള വൈമാനികർ പറത്തിയിരുന്ന വിമാനം നാവിഗേഷൻ തകരാറിനെ തുടർന്ന് ദിശ തെറ്റി നിലമ്പൂരിലെത്തുകയും അടിയന്തര ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയുമായിരുന്നു. നിസാര പരിക്കുകളോടെ വൈമാനികർ രക്ഷപ്പെട്ടു. ആ അപകടത്തിന്റെ ഫോട്ടോ പകർത്തിയത് രാജേന്ദ്രവർമ്മയുടെ പിതാവ് ഗോദവർമ്മൻ തിരുമൽപ്പാടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഫോട്ടോഗ്രഫിയിൽ താല്പര്യമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയ്ക്ക് അച്ഛനായിരുന്നു ക്യാമറകളും പ്രോത്സാഹനവും നൽകിയിരുന്നത്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന രാജേന്ദ്രവർമ്മ അന്നത്തെ അപകടത്തിൻ്റെതടക്കമുള്ള ഫോട്ടോകളും ക്യാമറകളും ഇന്നും സൂക്ഷിച്ചു വയ്ക്കുന്നു. അമൃത ന്യൂസ്, നിലമ്പൂർ.